ഹായ് ഓൾ, ഞാനും പൊന്നിയും വീണ്ടും എത്തി കേട്ടോ. ഇന്ന് ജർമ്മനിയുടെ ഒരു ആഘോഷമായ ക്രിസ്മസ് കാണാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ പോകുന്ന വഴിയാണ്. ഞങ്ങൾ വെറുതെ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ചെറിയ സ്ഥലം കണ്ടപ്പോൾ തന്നെ അവിടെ കയറിയിരുന്നതാണ്. ഇവിടെ നടന്നു വേണം പോയി. അപ്പം ഇത് അവിടെ ചെന്ന് കഴിഞ്ഞ് അതിങ്ങനെ എൻട്രൻസിൽ തന്നെ ജയൻറ്റ് വീലാണ് ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അടുത്ത് വേറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. ഫുഡുകളുണ്ട്, കുറേ റൈഡുകളുണ്ട്. അങ്ങനെ ഇരുന്നുണ്ട്. പെട്ടെന്നാണ് പൊന്നിയുടെ കണ്ണിൽ കുട്ടികൾക്കുള്ള റൈഡ് കണ്ടത്. അപ്പം തന്നെ ഒരു വണ്ടിയിൽ ചാടി കയറി കേട്ടോ. ഒന്നിലൊന്നുമല്ല, ഒന്ന് തീരുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ വീണ്ടും വരും അടുത്തത്. പിന്നാണെങ്കിൽ അവിടെ പോലീസിൻ്റെ വണ്ടി കണ്ട പലതരത്തിലുള്ള വണ്ടികളുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടല്ലേ. ഇതിലേറ്റവും ആൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഫയർഫോഴ്സിനെയാണ് കേട്ടോ. അതിൽ 2-3 തവണ കയറി ആൾ. നല്ല ഭംഗിയുണ്ട്. ഏണിയും കാര്യങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു പിള്ളേരെ ആകർഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത റൈഡ് കണ്ട് ഹെലികോപ്റ്ററുകൾ. പല വെറൈറ്റിയിലുള്ള ഹെലികോപ്റ്റർ. ആ പാവം പിടിച്ച നോട്ടം കണ്ട എന്താ അമ്മ ഇത് അനങ്ങാത്തേന്നുള്ളത്. ചേട്ടാ ഒന്ന് തുടങ്ങുമെന്ന്. തുടങ്ങണമെങ്കിൽ അമ്മ പൈസ കൊടുക്കണം മോനെ. പൈസ കൊടുത്ത് അനങ്ങി തുടങ്ങി. നല്ല ഭംഗിയുള്ള റൈഡുകളാണ് കേട്ടോ. നല്ല വെറൈറ്റികളായിട്ടുള്ള പല രീതിയിലുള്ള ഹെലികോപ്റ്ററുകളുണ്ട്. പല കളറിലുള്ള ഹെലികോപ്റ്ററുകളുണ്ട്. നല്ല ഭംഗിയായിട്ട് അതിൽ ഒരു റൈഡ് കഴിഞ്ഞിറങ്ങി രണ്ടാമത് വീണ്ടും അപ്പം ഇതിന് രാത്രിയായി. വീണ്ടും കയറി കേട്ടോ. അവൻ്റെ കൂട്ടുകാരനുമായിട്ടാണ് കയറിയത്. നല്ല ആഘോഷമായിട്ട് കയറി. വീണ്ടും നന്നായിട്ടൊന്ന് അവൻ എൻജോയ് ചെയ്തു. ഞങ്ങളവിടെ നിന്ന് സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് ആഘോഷിച്ച് പതിയെ റോഡിൽ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ വന്നു കേട്ടോ. ഇതിപ്പം അവിടെ നിന്ന് പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് നടന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്കാണ് റോഡിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞ് ഭംഗിയൊക്കെ ആഘോഷിച്ചിങ്ങനെ നടന്നു. വീണ്ടും സെക്കൻഡ് ഡേ ഞാനും പൊന്നിയും വീണ്ടും എത്തി. ഇങ്ങനെ ഉണ്ടോ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് ഞങ്ങൾ രണ്ടുപേരും വയലൊക്കെ നോക്കി ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം തന്നെ റൈഡിൽ ചാടിക്കയറും ആളെ. വന്ന് ചാടിക്കയറി. വീണ്ടും ഞങ്ങൾ ഫയർഫോഴ്സിൻ്റെ വണ്ടിയിൽ തന്നെയാണ് ചാടിക്കയറിയത്. എന്താണെന്നറിയില്ല, എന്നോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരിത്. പിന്നെ അടുത്ത റൈഡ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ റൈഡ് കേട്ടോ. ഭയങ്കര സ്പീഡിൽ കയറാൻ പേടിയായതുകൊണ്ട് കയറിയില്ല. മറ്റുള്ളവരുടെ ഇത് കാറിച്ചയും കൂവിച്ചയും ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന്. ഇതിൽ കയറുന്ന ആൾക്കാരുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അലറി കൂവി കരഞ്ഞ് പൊടിച്ച് നല്ല സ്പീഡിലായിരുന്നു ആ റൈഡ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത റൈഡിൽ ചാടിക്കയറിയേ. പിന്നെ വീണ്ടും ഒരു റൈഡും കൂടെ കയറി. അത് തന്നെ നമ്മുടെ സ്വന്തം ഫയർഫോഴ്സ്. അത് വിട്ടിട്ട് എനിക്കൊരു കളിയില്ല അമ്മയെന്നുള്ള രീതിയിലായിരുന്നു ആ റൈഡിൽ വീണ്ടും കയറിയ. അത് കഴിഞ്ഞിട്ടുള്ള പോക്കിനി ഇതെങ്ങോട്ടാണല്ലേ. ഒന്നുമില്ല, ഐസ്ക്രീം വാങ്ങിക്കാൻ തന്നെ. വേറെ എന്തിനാ. പൊന്നി ആദ്യം തന്നെ ചാടിക്കയറി അതിൻ്റെ ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഐസ്ക്രീമുകളൊക്കെ വന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം തന്നെയാണ് സ്റ്റെഫിക്ക് നല്ല ഒന്നൊന്നരം പണി കിട്ടും കേട്ടോ. നല്ല പൊടിയുള്ള ഐസ്ക്രീം. അപ്പോഴാണ് അവൾ കൊച്ചിനോട് മോനെ ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന്. നിഷ്കരുണം റിജക്റ്റ് ചെയ്തു. വേണ്ട ആൻറ്റി, ആൻറ്റിയുടെ ടേസ്റ്റ് ചെയ്തിട്ടല്ല ആൻറ്റിക്ക് ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരണമല്ലേ, ഞാൻ തരില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങളത് എൻജോയ് ചെയ്ത് കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ നല്ല കാറിൻ്റെ റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു. ഞാനും പൊന്നിയും ഞങ്ങളെല്ലാവരും കൂടെ പോയി കുറേ നേരം അതൊക്കെ കണ്ട് നിന്ന് എൻജോയ് ചെയ്ത്. പിന്നെ തേർഡ് ഞാൻ ഒറ്റയ്ക്ക് പോയി. 2 ദിവസമായിട്ട് പൊന്നിയുമായിട്ട് പോയതുകൊണ്ടേ എൻ്റെ ശ്രദ്ധ മുഴുവനും അങ്ങോട്ട് വായ്നോട്ടത്തിലും കാഴ്ചയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തേർഡ് ഞാൻ തന്നെ പതിയെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പതുക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിന്ന്. നല്ല ഭംഗിയല്ലേ കടകളൊക്കെ. ഇന്നാണ് ശരിക്കും ഞാൻ ആ കടയുടെ ഭംഗികളും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് അതൊക്കെ ഇങ്ങനെ നോക്കി. റൈഡുകളിലൊന്നും കയറിയില്ല, ഭംഗികൾ കണ്ടു നിന്ന്. പിന്നെ 4-ാം ദിവസമായിട്ടോ. 4-ാം ദിവസം ഇനി അവിടെ പോയി കഴിഞ്ഞാൽ മുതലാവില്ല എന്ന് തോന്നുന്നുണ്ട്. റോഡ് ഷോ മാത്രം കണ്ട് ഞങ്ങൾ തൃപ്തി അടഞ്ഞു. നല്ല റോഡ് ഷോ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നല്ല ഭംഗി തോന്നി എനിക്ക്. പിന്നെ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. വീണ്ടും കാണാം.